Hello students, next നമുക്ക് പഠിക്കാനുള്ളത് ത്രീ ഫേസ് കണക്ഷനിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻ. ഓക്കെ, നമുക്ക് ത്രീ ഫേസിൽ രണ്ട് ടൈപ്സ് കണക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാർ കണക്ഷനും രണ്ടാമത് ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫേസ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫേസ് എടുത്തു. ഇവിടെ നമ്മൾ 3 ഫേസ് എടുത്തിട്ട് അപ്പോഴാണ് 3 ഫേസ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഒരു ഫേസിന് ഒരു സ്റ്റാർട്ടിങ് എൻഡും ഒരു ഫിനിഷിംഗ് എൻഡും ഉണ്ട്. ഈ ഫേസിനും അതേപോലെ സ്റ്റാർട്ടിങ് എൻഡും ഫിനിഷിംഗ് എൻഡും ഉണ്ട്. ഈ ഫേസിനും ഒരു സ്റ്റാർട്ടിങ് എൻഡും ഒരു ഫിനിഷിംഗ് എൻഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ഏതെങ്കിലും സിമിലർ എൻഡ്സ്, ഓക്കെ, അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഈ 3 ഫേസിൻ്റെയും സ്റ്റാർട്ടിങ് എൻഡ് ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഈ പോയിന്റിന് എന്ത് പറയും? ന്യൂട്രൽ പോയിന്റ് എന്നാണ് പറയുക. ഓക്കെ, ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്ത കണക്ഷൻ എന്ന് പറയാം സ്റ്റാർ കണക്ഷൻ എന്ന് പറയാം. ഇനി അതേപോലെ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിലോ, ഇതിപ്പോൾ ഒരു ഫേസ് ആണ്. ഇതിനെന്തുണ്ട്? ഒരു സ്റ്റാർട്ടിങ്ങും ഒരു ഫിനിഷിങ്ങും ഉണ്ട്. ഇതിനൊരു സ്റ്റാർട്ടിങ്ങും ഒരു ഫിനിഷിങ്ങും ഉണ്ട്. ഇതിനൊരു സ്റ്റാർട്ടിങ്ങും ഒരു ഫിനിഷിങ്ങും ഉണ്ട്. ഒരു ഫേസിൻ്റെ ഫിനിഷിങ് അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ ഫിനിഷിങ് അടുത്ത ഫേസിൻ്റെ സ്റ്റാർട്ടിങ്, ഈ ഫേസിൻ്റെ ഫിനിഷിങ് ഫസ്റ്റത്തേതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് കണക്ട് ചെയ്തു ഒരു ഡെൽറ്റ രൂപത്തിൽ കണക്ട് ചെയ്യുന്നതിന് ഇത് പറയാം ഡെൽറ്റ കണക്ഷൻ എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റാർ കണക്ഷൻ മറ്റൊരു പേരും കൂടി പറയും വൈ കണക്ഷൻ. ഡെൽറ്റ കണക്ഷൻ മറ്റൊരു പേരും കൂടി പറയും മെഷ് കണക്ഷൻ. ഓക്കെ, മെഷ് എന്ന് വെച്ചാൽ ചെറിയൊരു ക്ലോസ് ലൂപ്പ് അല്ലേ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്നുള്ളതാണ് മെഷ് കണക്ഷൻ. ഇനി ഇതിനെ നമുക്ക് ഓരോ ലൈനിലോട്ട് കണക്ട് ചെയ്യാം. നമുക്ക് 3 ലൈനാണ്, 3 ഫേസ് ലൈനിന് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ R ലൈനും ഇതിനെ Y ലൈനും ഇത് B ലൈനും. ഓക്കെ, അപ്പോൾ 3 ലൈനുകളാണിത് R, Y, B. നമ്മൾ ട്രാൻസ്മിഷൻ ലൈനൊക്കെ കാണാറില്ലേ, ആ ലൈനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും ഈ ജംഗ്ഷൻ ഒരു ലൈൻ, ഇതാണ് R, ഇത് Y, ഇത് B. ഓക്കെ, പേരുകൾ എന്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ A, B, C എന്ന് പറഞ്ഞാണ്ട് 3 ലൈനിന് 3 പേരുകൾ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജസ് ഉണ്ട്. ഓക്കെ, 2 ടൈപ്പ് വോൾട്ടേജസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഒന്നാണ് ഇത് ലൈൻ വോൾട്ടേജ്, രണ്ടാമത്തത് ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഇവിടെ ലൈൻ വോൾട്ടേജ് എന്ന് വെച്ചാൽ അത് ഞാൻ ഫേസ് വോൾട്ടേജ് ആണ്. ഇതാണെന്ത്? ഒരു ഫേസ്. ഓക്കെ, ഇതാണെന്ത്? ഒരു ഫേസ്. ഇതിന് അക്രോസുള്ള വോൾട്ടേജിനാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. അതായത് ഏതെങ്കിലും ഒരു ലൈനും ന്യൂട്രൽ പോയിന്റും തമ്മിലുള്ള വോൾട്ടേജ് ആണെന്ത്? ഫേസ് വോൾട്ടേജ്. ഓക്കെ, ബി ഫേസ്. അപ്പോൾ ഇവിടുത്തെ ഇത് R ലൈനും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണെന്ത്? ഈ ഫേസ് വോൾട്ടേജ്. ഇതിനെ ഞാൻ VR എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, VR എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ് വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ Y ലൈനും ഈ ന്യൂട്രൽ പോയിന്റും, ഈ Y ലൈനും ഈ ന്യൂട്രൽ പോയിന്റും തമ്മിൽ എന്തുണ്ട്? ഒരു വോൾട്ടേജ് ഉണ്ട്. അതിനെ ഞാൻ VY എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ ന്യൂട്രൽ പോയിന്റും B എന്ന് പറഞ്ഞ ലൈനും തമ്മിൽ ഒരു വോൾട്ടേജ് ഉണ്ട്. അതിനെ ഞാൻ VB എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ് വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര ഫേസ് വോൾട്ടേജ് ഉണ്ട്? 3 ഫേസ് വോൾട്ടേജ് ഉണ്ട്. VR എന്നുള്ളത്, VY എന്നുള്ളത്, VB എന്നുള്ളതും ഓരോന്നും 3 ഫേസ് വോൾട്ടേജസ് ആണ് കിട്ടും. ഓക്കെ, ചിലപ്പോൾ ഇതിനെ VR എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. അതായത് R എന്ന് പറഞ്ഞ ലൈനും ന്യൂട്രലും, VY എന്ന് വെച്ചാൽ Y എന്ന് പറഞ്ഞ ലൈനും ന്യൂട്രലും, VB എന്ന് വെച്ചാൽ B എന്ന് പറഞ്ഞ ലൈനും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജിനെയാണ് ഫേസ് വോൾട്ടേജസ് എന്ന് പറയാം. ഓക്കെ, ഫേസ് വോൾട്ടേജ് VPH എന്നാണ് റെപ്രസെന്റ് ചെയ്യും. ഇനി അതേപോലെ നമുക്ക് വേറെ ഒരു വോൾട്ടേജ് ആണത് ലൈൻ വോൾട്ടേജ്. ഈ 2 ലൈനുകൾ തമ്മിൽ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ലൈൻ വോൾട്ടേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ആറും Y എന്ന് പറഞ്ഞ ലൈനും തമ്മിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അതിനെ ഞാൻ VRY എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, അതെന്താണ്? ഒരു ലൈൻ വോൾട്ടേജ് ആണ് VRY. അതേപോലെ Yയും B എന്ന് പറഞ്ഞ ലൈനും കൂടി തമ്മിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, VY
ബി. ഇനി ആർ എന്ന് പറഞ്ഞ ലൈനും ബി എന്ന് പറഞ്ഞ ലൈനും കൂടി ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇതിന് വി ആർ ബി എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മൂന്നാമത്തത് വി ആർ ബി. ഓക്കെ, അതാണ് ഇത് 3 വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജിനെ ബി എൽ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് ലൈൻ വോൾട്ടേജസ് ഇൻ സ്റ്റാർ കണക്ഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൽ ലൈൻ കറണ്ടും ഉണ്ട്, ഫേസ് കറണ്ടും ഉണ്ട്. ഇതാണ് എന്ത് ഒരു ഫേസ്. ഈ ഫേസിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഫേസ് കറണ്ട്. ഈ ഫേസിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അതിന് ഫേസ് കറണ്ട് എന്ന് പറയും. ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും ഈ ഫേസിലൂടെ. ഇത് ഏതാണ്? ഇത് ആർ എന്ന് പറഞ്ഞ ഫേസ് ആണ്, ഇത് വൈ എന്ന് പറഞ്ഞ ഫേസ് ആണ്, ഇത് ബി എന്ന് പറഞ്ഞ ഫേസ് ആണ്. അപ്പോൾ ആറിലൂടെ പോണ ഫേസിനെ ഐ ആർ എന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യും. വൈയിലൂടെ പോണ ഫേസ് കറണ്ടിനെ ഐ വൈ എന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യും. ബി കൂടി പോണ ബി എന്നാണ് ഫേസിലൂടെ പോണ കറണ്ടിനെ ബി ഫേസ് കറണ്ട് തന്നെയാണ് ഐ ആർ ഐ വൈ ഐ ബി. ഇതാണ് എന്ത് ഫേസ് കറണ്ട്, ഫേസ് കറണ്ട്സ്. ഇനി ഈ ലൈനിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അതിനെന്ത് പറയും? ലൈൻ കറണ്ട്. ഇവിടെ കൂടി പോകുന്ന കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അതിന് ലൈൻ കറണ്ട്. ഇതിൽ കൂടി പോണതിന് ബീത്തെ ലൈൻ കറണ്ട്. ഓക്കെ, ഫേസ് കറണ്ട്, ഇവിടുത്തെ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ലൈൻ കറണ്ട്. ഇനി ഇതേപോലെ ഡെൽറ്റ കണക്ഷനിലും നമുക്ക് എന്തുണ്ട്? ലൈൻ വോൾട്ടേജ് ഉണ്ട്, ഫേസ് വോൾട്ടേജസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഈ ഫേസ്, ഒരു ഫേസ് ഇതാണിത് ഫസ്റ്റത്തെ ഫേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് അക്രോസ് എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. അതിന് എന്താ പറയുക? ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. ഇതിന് അക്രോസ് എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിന് ഫേസ് വോൾട്ടേജ് എന്ന് പറയും. ഇതിന് അക്രോസ് എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിന് ഫേസ് വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിലൂടെയൊക്കെ എന്തുണ്ടാവും? ഒരു കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, ഇതിൽ കൂടെ പോണ കറണ്ടിനെ, ഫേസ് കറണ്ടിനെ ഞാൻ ഐ ആർ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തു. ഇതിലൂടെ പോണ കറണ്ടിനെ ഐ വൈ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തു. ഇതിലൂടെ പോണ കറണ്ടിനെ ഐ ബി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഐ വൈ എന്ന് പറഞ്ഞ ഫേസ് കറണ്ട്, ഐ വൈ എന്ന് പറഞ്ഞ ഐ ആർ എന്ന് പറഞ്ഞ ഫേസ് കറണ്ട്, ഐ വൈ എന്ന് പറഞ്ഞ ഫേസ് കറണ്ട്, ഐ ബി എന്ന് പറഞ്ഞ ഫേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലൈനിലൂടെ എന്തുണ്ടാവും? കറണ്ട് പാസ് ചെയ്യുണ്ടാവും. ഈ ഐ ആർ ഇങ്ങോട്ട് വന്നു, ഐ വൈ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതിലൂടെ എന്തുണ്ടാവും? ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും, ഐ ആർ മൈനസ് ഐ വൈ. അതേപോലെ ഇതിൽ കൂടെ ഈ ഐ ബി എന്നുള്ള ഇങ്ങോട്ട് എൻ്റർ ചെയ്യാണ്, ഐ ആർ എന്നുള്ളത് ഇവിടുന്ന് ഈ വൈ ആണ്. അപ്പോൾ ഇതിൽ കൂടി എന്തെങ്കിലും പാസ് ചെയ്യുക? ഐ ബി മൈനസ് ഐ ആർ എന്നുള്ള കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് ഐ വൈ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, ഐ ബി ഇങ്ങോട്ട് ഈ വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഐ വൈ മൈനസ് ഐ ബി എന്ന് പറഞ്ഞ ലൈൻ കറണ്ടേക്കാരം ഈ ലൈനിലൂടെ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജസ് ആണ് നോക്കുകയാണെങ്കിലോ, ലൈൻ വോൾട്ടേജസ് വി ആർ വൈ, വി വൈ ബി, വി ആർ ബി. ഇവിടുത്തെ വി ആർ എന്ന് പറഞ്ഞ ഒരു ഫേസ് വോൾട്ടേജ് ഉണ്ടാവും, വി വൈ എന്ന് പറഞ്ഞ ഒരു ഫേസ് വോൾട്ടേജ് ഉണ്ടാവും, വി ബി എന്ന് പറഞ്ഞ ഒരു ഫേസ് വോൾട്ടേജ് ഉണ്ടാവും. ഇവിടുത്തെ ഫേസ് കറണ്ടാണ് ഏതൊക്കെയാണ്? ഫേസ് കറണ്ടാണ് ഞാനിവിടെ ഐ ആർ, ഐ വൈ, ഐ ബി എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ലൈൻ കറണ്ടാണോ? ലൈൻ കറണ്ടാണ് ഐ ബി മൈനസ് ഐ ആർ. ഇതിൽ കൂടിയാണെങ്കിൽ ഐ ആർ മൈനസ് ഐ വൈ. ഇതിലൂടെ ആണെങ്കിൽ, ഈ ലൈനിലൂടെ ആണെങ്കിൽ ഐ വൈ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ 3 ലൈൻ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കണക്ഷനാണത്, സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും. അപ്പോൾ ഇതിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്. ഇവിടെ അതേപോലെ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ട് വോൾട്ടേജസുകളും നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ കണക്ഷനിലെ ഫേസ് വോൾട്ടേജസുകളും ലൈൻ വോൾട്ടേജസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റാർ കണക്ഷൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു സ്റ്റാർ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ ന്യൂട്രൽ പോയിന്റിലോട്ട് ഇത് 3ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂട്രൽ പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള വോൾട്ടേജാണ് വി ആർ, വി വൈ, വി ബി. ഇതിനെ 3നും ഫേസ് വോൾട്ടേജസ് എന്ന് പറയും. 2 ലൈനുകൾ, ആർ എന്ന് പറഞ്ഞ ലൈനും വൈ എന്ന് പറഞ്ഞ ലൈനും, അതേപോലെ വൈ എന്ന് പറഞ്ഞ ലൈനും ബി എന്ന് പറഞ്ഞ ലൈനും,
ആർ എന്ന് പറഞ്ഞ ലൈനും ബി ലൈനും തമ്മിലുള്ള വോൾട്ടേജസ് ആണ് ലൈൻ വോൾട്ടേജസ്. അപ്പോൾ നമുക്ക് 3 വോൾട്ടേജസ് ആണ് ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻസ് കണ്ടെത്താം. ഞാൻ ഇതൊരു ബാലൻസ്ഡ് സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യണം. ബാലൻസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ഇതിലൂടെ ഈ ന്യൂട്രൽ കൂടി കറണ്ട് ഒന്നും പോകില്ല, ഈ 3 ഫേസിലൂടെയുള്ള കറണ്ട് ഈക്വലായിട്ട് പാസ് ചെയ്യുന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ബാലൻസ്ഡ് സിസ്റ്റം ആണെന്ന് വെച്ചാൽ ഇതെന്താണ്, ഈ ലൈൻ വോൾട്ടേജസുകളെല്ലാം എന്താണ് സെയിം ആണ്, ഫേസ് വോൾട്ടേജസുകളും എന്തേക്കാരം സെയിം ആയിക്കാരം. ഓക്കെ, അപ്പോൾ ഞാൻ ലൈൻ വോൾട്ടേജിനെ ഒരു വി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഒരു ഫേസ് ലൈൻ വോൾട്ടേജ് ഞാൻ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ വി ആർ വൈ എന്ന് പറഞ്ഞ ലൈൻ വോൾട്ടേജ് ഞാൻ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ വി ആർ വൈ നമ്മൾ ഫേസർ ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഫേസിന്റെ ഫേസർ ഡയഗ്രാം, ഒരു ബാലൻസ്ഡ് ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫേസർ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഇതെന്താണ്, വി ആർ എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ്. അതിൽ നിന്ന് 120 ഡിഗ്രി മാറിയിട്ടേക്കാരം വി വൈ എന്നുള്ള വോൾട്ടേജ് ഉണ്ടാവുക. അതിൽ നിന്ന് 120 ഡിഗ്രി മാറിയിട്ടേക്കാരം വി ബി എന്ന് പറഞ്ഞ വോൾട്ടേജസ് ഉണ്ടാവുക. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 120, ഇത് തമ്മിലുള്ളത് 120, ഇത് തമ്മിലുള്ളത് 120 ഡിഗ്രി. ഇതാണ് ഇത് ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ. അത് ഡെൽറ്റ ആയിക്കോട്ടെ സ്റ്റാർ ആയിക്കോട്ടെ 3 ഫേസ് ആണെങ്കിൽ ഇതേപോലെ അതിന്റെ ഫേസർ ഡയഗ്രാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വരക്കേണ്ടത് ഏതാണ്, വി ആർ വൈ എന്നാണ് ലൈനാണ്. വി ആർ വൈ, ഈ വി ആർ വൈനെ നമുക്ക് എങ്ങനെ ആക്കിയിട്ട് എഴുതാം, വി ആർ മൈനസ് വി വൈ എന്നാക്കിയിട്ട് എഴുതാം. ഇതെന്താണ്, വെക്റ്റർ സമം. ഓക്കെ, അതായത് വി ആറും മൈനസ് വി വൈ എന്നുള്ള വെക്റ്ററും കൂടി ആഡ് ചെയ്തതാണ് എന്ത്, വി ആർ വൈ എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വി ആർ നമുക്ക് ഇവിടെ ഉണ്ട്, വി വൈ നമുക്കുണ്ട്. അപ്പോൾ മൈനസ് വി വൈ എങ്ങനെയായിക്കാരം, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടേക്കാരം നമുക്ക് മൈനസ് വി വൈ എന്നുള്ള വെക്റ്റർ ഉണ്ടാവുക. സെയിം ലെങ്ത് സെയിം ആയിക്കാരം. ഓക്കെ, പൊളാരിറ്റി മാത്രം മാറ്റാം. ഓക്കെ, മൈനസ് വി വൈ എന്നുള്ളത് നേരെ ഇങ്ങോട്ടേക്കാരം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ വി ആറും മൈനസ് വി വൈയും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് +2 പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാരലലോഗ്രാം അഡീഷൻ കണ്ട് ഈ ലെങ്ത് അത് അതേപോലെ തന്നെ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഈ ഇതിന് പാരലായിട്ട് ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ ഒരു വെക്റ്റർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ വി ആറും മൈനസ് വി വൈയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെ ആയിത്തരാം, ഈ ബ്ലൂവിൽ കാണിച്ചിട്ടുള്ള ആയിക്കാരം എന്ത് നമ്മുടെ വി ആർ വൈ എന്നുള്ള ലൈൻ. ഓക്കെ, ഇപ്പോൾ ഈ വി ആറും വി വൈയും തമ്മിലുള്ള ആംഗിൾ അല്ലെങ്കിൽ വി ആറും വി ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രിയാണ്. അതിനെ ബൈസെക്ട് ചെയ്തിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടേക്കാരം ഈ മൈനസ് വി വൈ എന്നാണ് ആംഗിൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ തമ്മിലുള്ള ആംഗിൾ എത്രയേക്കാരം വരിക, 60 ഡിഗ്രി. ഇത് ടോട്ടൽ 120, അതിൻ്റെ പകുതി 60 ഡിഗ്രി ആയിക്കാരം വി ആറും മൈനസ് വി വൈയും തമ്മിലുള്ള ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാം അഡീഷൻ പ്രകാരം ഈ വി ആർ വൈ എന്നുള്ള ലൈൻ വോൾട്ടേജിനെ നമുക്ക് ആഡ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആറിൻ്റെ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൈനസ് വി വൈൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൈനസ് വി വൈ എന്ന് വെച്ചാൽ ആ വി വൈ സ്ക്വയർ തന്നെ വരും. പ്ലസ് 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ വി വൈ ഇൻറ്റു കോസ് ആംഗിൾ ബിറ്റ്വീൻ ഈ വി ആർ മൈനസ് വി വൈ എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിന് വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി ആർ വി വൈ കോസ് 60 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ വി ആർ വി വൈ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഫേസ് വോൾട്ടേജസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ വി പി എച്ച് എന്നാണ് കണ്ട് എന്ത് ചെയ്യാണ്, റെപ്രസെൻറ്റ് ചെയ്യാണ്. വി പി എച്ച് ഈസിക്വൽ ടു വി ആർ ഈസിക്വൽ ടു ഇതെല്ലാം എന്താണ് ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വി ആർ വൈയും വി വൈ ബിയും വി ആർ ബിയും ഈക്വൽ ടു വി എല്ലുമാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വി ആറിനും വി വൈനും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി പി എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വി ആർ വൈനോ വി എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെന്താണ്? ലൈൻ വോൾട്ടേജ് ആണ്. റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ, അതായത് വി പി എച്ചിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ വി പി എച്ചിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി പി എച്ച് എന്ത് വരും? വി പി എച്ചിൻ്റെ സ്ക്വയർ വരും. cos 60 എന്ന് വെച്ചാൽ എത്രയാണ്? ആംഗിൾ 1/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കൂടി ക്യാൻസൽ ആയി പോയാൽ ഇവിടെ ബാക്കി എന്തുണ്ടാവുള്ളൂ? വി പി എച്ച് സ്ക്വയർ പ്ലസ് വി പി എച്ച് സ്ക്വയർ പ്ലസ് വി പി എച്ച് സ്ക്വയർ എന്താ കിട്ടുക? പ്ലസ് √3 വി പി എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ജനറൽ ആയിട്ട് നമുക്ക് വി എൽ ഈസ് ഇക്വൽ ടു √3 ഇൻറ്റു വി പി എച്ച് എന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈൻ വോൾട്ടേജ് ഈസ് ഇക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഇവിടുന്ന് ഈ വി പി എച്ചിൻ്റെ റൂട്ട് എടുത്തതാണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചത്. ഈ ഇക്വേഷൻ എന്തില്ല? വി പി എച്ചിന് റൂട്ട് ഇല്ല. അപ്പോൾ വി എൽ ഈസ് ഇക്വൽ ടു √3 വി പി എച്ച്. ഇതാണ് എന്ത്? ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. ഇതിൽ സ്റ്റാർ കണക്ഷനിൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ നമുക്ക് ഫേസ് കറണ്ടും ലൈൻ കറണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറഞ്ഞ ഫേസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി എന്തുണ്ടാവും? ഒരു IR എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. ആ കറണ്ടിനേക്കാരം ഈ ലൈനിലൂടെയും പാസ് ചെയ്യാം. ഓക്കെ, ഈ ആർ എന്ന് പറഞ്ഞ ലൈനിലൂടെ തന്നെ അതിനേക്കാരം പാസ് ചെയ്യാം. ഇതാണ് Y എന്ന് പറഞ്ഞ ഫേസ്. ആ ഫേസിലൂടെ പോണ കറണ്ടിനേക്കാരം ഈ Y എന്ന് പറഞ്ഞ ലൈനിലൂടെയും പാസ് ചെയ്യാം. ഇത് ബി എന്ന് പറഞ്ഞ ഫേസ് ആണ്. അത് ഈ ഇത് ബി എന്ന് പറഞ്ഞ ലൈനുമാണ്. ഇതിൽ കൂടി ഇപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ആ കറണ്ട് തന്നെ ഈ കാര്യം ബി എന്ന് പറഞ്ഞ ലൈനിലൂടെയും പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഈ ഫേസ് ഒരു ഫേസ് അതിൻ്റെ ലൈനിലേക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ഫേസും ആ ലൈനിനായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈൻ കറൻറ്റും ഫേസ് കറൻറ്റും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇതിന് മുകളിൽ എഴുതുക ഇൻ 3-phase സ്റ്റാർ കണക്ഷൻ one phase is connected in series with the line. So line current is equal to phase current. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഇവിടെ ഈക്വൽ ആണെന്ന് കിട്ടി. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 വി പി എച്ച് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതാണെന്ത്? കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ഇതിൽ ഇൻ സ്റ്റാർ കണക്ഷൻ. നമുക്ക് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുക? പവർ നോക്കാം. ഓക്കെ, നമുക്ക് സിംഗിൾ ഫേസിൽ 3 പവർ ഉണ്ടായിരുന്നു. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്തെന്നു? VI cos ∅ എന്ന് പറഞ്ഞാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? സിംഗിൾ ഫേസ് ചെയ്യുന്നു. ഓക്കെ, സിംഗിൾ ഫേസ് ആണെങ്കിൽ അവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഫേസ് വോൾട്ടേജ് മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ V ഫേസ്, I ഫേസ്, cos ∅ എന്ന് പറയും. ഇവിടെ എത്ര ഫേസ് ഉണ്ട്? ഇത് ഒരു ഫേസിൻ്റെ ആണ്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഫേസിൻ്റെ ആണ്. ഇവിടെ 1, 2, 3 ഫേസ് ഉണ്ട്. അപ്പോൾ 3 ഫേസിൻ്റെ ആണെങ്കിൽ അവിടുത്തെ ആക്റ്റീവ് പവർ എന്തൊക്കെയാണ് വരിക? P = 3 VPH IPH cos ∅. cos ∅ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ഇത് തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് VPH കണ്ടെത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? VPH = VL/√3 ഉണ്ട്. ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഇൻറ്റു VL/√3. IPH-ഉം IL എന്താണ്? സെയിം ആണ്. അപ്പം നമുക്ക് IL എന്ന് എഴുതാം ഇൻറ്റു cos ∅. ഇവിടെ ഈ ക്യാൻസൽ ആയി പോയാൽ 3യും √3 കൂടി ചെയ്താൽ √3 VL IL cos ∅. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനിൽ ഏത് ഇക്വേഷനും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇനി അതേപോലെ റിയാക്റ്റീവ് പവർ Q = എന്ത് ചെയ്യുന്നു? VPH IPH sin ∅ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫേസ് ആയിട്ടുള്ള 3 വരും. V ഫേസിന് VL/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? √3 VL IL sin ∅.
മൂന്നാമത്തെ ഒരു പവറും കൂടെ ഉണ്ടായിരുന്നു, അപ്പാരന്റ് പവർ. അതിന് 3 × VPH IPH എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ √3 VL IK എന്നുള്ള ഇക്വേഷനും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഡെൽറ്റ കണക്ഷനിലെ ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, അതുപോലെ ഫേസ് കറന്റ്, ലൈൻ കറന്റ് തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ ഒരു ഡെൽറ്റ വരച്ചിട്ടുണ്ട്. ഇതാണ് R എന്ന് പറഞ്ഞ ഫേസ്, ഇത് Y എന്ന് പറഞ്ഞ ഫേസ്, ഇത് B എന്ന് പറഞ്ഞ ഫേസ്. അതിൽ കൂടി 3 കറണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ് കറന്റ്, ഇത് ഫേസ് കറന്റ്, ഇത് ഫേസ് കറന്റ്. ഈ ലൈനിലൂടെ കറണ്ട് ഉണ്ടാവും. ഓക്കെ, ആ ലൈനിലൂടെ കറണ്ട് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുക, IR ഈ ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യാണ്, IB ഇവിടുന്ന് ലീവ് ചെയ്യാണ്. ബാക്കിയുള്ള കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യാം. IR-ന്ന് IB മൈനസ് ചെയ്ത കറണ്ട് ഈ ലൈനിലൂടെ പാസ് ചെയ്യാം. അതേപോലെ IY ഇങ്ങോട്ട് വരികയാണ്, IR ഇവിടുന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ ഈ ലൈനിലൂടെ IY മൈനസ് IR എന്നുള്ള കറണ്ട് പാസ് ചെയ്യാം. IB എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാണ്, IY ഇതിൽ നിന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ കൂടിയോ IB മൈനസ് IY എന്നുള്ള കറണ്ട് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബ്ലാക്കിൽ എഴുതിക്കുന്ന 3 ആണെന്ത് നമ്മുടെ ലൈൻ കറണ്ട്. ഈ ലൈനിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇതാണെന്ത് ഫേസ് കറണ്ട്. നമുക്ക് ആദ്യം ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താം. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ലൈൻ കറണ്ട് എടുക്കുന്നത്, I എന്നുള്ള ലൈൻ കറണ്ട് എടുക്കുന്നത് IR മൈനസ് IB എന്നുള്ള ലൈൻ കറണ്ടാണ്. ഓക്കെ, ഈ ലൈൻ കറണ്ടാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, IR പ്ലസ് മൈനസ് IB. IR മൈനസ് IB കൂടി വെക്റ്റർ സമ്മ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ലൈൻ കറണ്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ കറണ്ടുകൾ തമ്മിലുള്ള ഫേസറുകൾ, കറണ്ടുകൾ തമ്മിലുള്ള ഫേസറും നമ്മുടെ വോൾട്ടേജിൻ്റെ അതേപോലെ തന്നെ ഇത് IR, അവിടുന്ന് 120 ഡിഗ്രി ഡിഫറൻസിലേക്കാണ് IY ഉണ്ടാവുക, അവിടുന്ന് 120 ഡിഗ്രി ഡിഫറൻസിലേക്കാണ് IB എന്നുള്ളത് ഉണ്ടാവുക. ഓക്കെ, മൂന്നും തമ്മിൽ എന്താണ് 120 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് മൈനസ് IB ആണ് വേണ്ടത്. മൈനസ് IB എങ്ങോട്ടേക്കാരും വരിക, ഇതാണ് IB എങ്കിൽ മൈനസ് IB എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടേക്കാരും വരിക. ഓക്കെ, അപ്പോൾ മൈനസ് IB എന്നുള്ളതാണ് ഈ വെക്റ്റർ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, പാരലലോഗ്രാം അഡീഷൻ. ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു വെക്റ്റർ വരയ്ക്കുക. ഈ മൈനസ് IBക്ക് പാരലായിട്ട് ഇവിടെയും ഒരു വെക്റ്റർ വരച്ചു. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ഈ വാല്യൂ. ഇതാണ് IR മൈനസ് IB എന്നുള്ള വെക്റ്റർ. ഓക്കെ, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയൊക്കെയാണ് വരിക, 60 ഡിഗ്രി. 120നെ ബൈസെക്റ്റ് ചെയ്തതാണ് ഈ മൈനസ് IB. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രിയാണ് ഇത് തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേ മോഡൽ തന്നെ IR മൈനസ് IBൻ്റെ പാരലോഗ്രാം അഡീഷൻ ചെയ്താൽ നമുക്ക് കിട്ടുക മാഗ്നിറ്റ്യൂഡ് ഓഫ് IRൻ്റെ സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് IBൻ്റെ സ്ക്വയർ പ്ലസ് 2 × IR IB കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ IR ഉം IB. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമ്മുടെ ലൈൻ ലൈൻ കറണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ലൈൻ കറണ്ട് എടുക്കുകയാണെങ്കിൽ √IR IB ഇതൊക്കെ എന്താണ് ഫേസ് കറണ്ടാണ്. അപ്പോൾ അതിനെ ഞാൻ IPH സ്ക്വയർ പ്ലസ് IPH സ്ക്വയർ പ്ലസ് 2 × IPH അപ്പോൾ എന്തെങ്കിലും IPHൻ്റെ സ്ക്വയർ × 1/2 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഈ 2ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ 3 IPH ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, √3 IPHൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ILനെ നമുക്ക് എങ്ങനെ ആക്കിയിട്ട് എഴുതാം, IL √3 IPH. ഇതാണ് എന്ത് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഇൻ ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നമുക്ക് VRY എന്നുള്ളതാണ് ലൈൻ വോൾട്ടേജ്, VYB എന്നുള്ളതാണ് ലൈൻ വോൾട്ടേജ്, VRB എന്നുള്ളതാണ് ലൈൻ വോൾട്ടേജ്. ഇതാണ് എന്ത് ഒരു ഫേസ്. ഈ ഫേസ് അതായത്
ആർ എന്നുള്ള ഫേസ് ഈ പോയിന്റും ഈ പോയിന്റും ആ പോയിന്റിൽ ഈ ലൈനിലോട്ടും ഈ ലൈനിലോട്ടും കണക്ട് ചെയ്യുന്നു. അതായത് ഈ ഫേസ് ഈ ലൈനിൽ എന്തുമാണ് പാരലലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് ഈ ലൈനിന് എന്താണ് പാരലലാണ്. അതേപോലെ തന്നെ ഈ ഫേസ് ഈ ലൈനിന് എന്തിനാണ് പാരലലാണ്. അതേപോലെ ഈ ഫേസ് ഈ ആർ ബി എന്നുള്ള ലൈനിൽ എന്താണ് പാരലലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ, ഇവിടെ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും എന്താണ് ഈക്വൽ ആണെന്ന് പറയാം. വി എല്ലും വി പി എച്ചും എന്താണ് ഈക്വൽ ആണ്. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ് എന്ന് പറയാ എന്ത് പറയാ, വൺ ഫേസ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ടു ലൈൻസ്. അതായത് അതുകൊണ്ട് ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എന്തുണ്ട്, ഇവിടെ ആക്റ്റീവ് പവർ 3 പവേഴ്സ് ഉണ്ട്. ആക്റ്റീവ് പവർ ഉണ്ട്. ആക്റ്റീവ് പവറിൻ്റെ സിംഗിൾ ഫേസിലാണെങ്കിൽ വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈവ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫേസിലുള്ളത് 3 ഇൻറ്റു വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈവ് വരും. ഇവിടുന്ന് ഐ പി എച്ചിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എന്താ കിട്ടുക, ഐ പി എച്ച് ഇസ് ഈക്വൽ ടു ഐ എൽ ബൈ √3. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു വി ഫേസിന് നമ്മൾ എന്ത് കൊടുക്കുക, വി എൽ എന്ന് കൊടുക്കുക. ഓക്കെ, ഐ ഫേസിനോ ഐ എൽ ബൈ √3 കോസ് 5. അപ്പം നമുക്ക് 3യും √3 ക്യാൻസൽ ആയില്ല. √3 വി എൽ ഐ എൽ കോസ് 5 എന്നുള്ള ആക്റ്റീവ് പവർ കിട്ടി. റിയാക്റ്റീവ് പവർ ചെയ്താലും 3 വി പി എച്ച് ഐ പി എച്ച് സൈൻ 5. ഇതാണ് എന്ത് റിയാക്റ്റീവ് പവർ. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 3 വി എൽ ഐ എൽ സൈൻ 5. അപ്പാരന്റ് പവർ ആണെങ്കിലോ √3 ഇൻറ്റു വി പി എച്ച് ഐ പി എച്ച് അല്ലെങ്കിൽ √3 വി എൽ ഐ എൽ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചേക്കുക. നോക്കിയൊക്കെ ഡെൽറ്റ കണക്ഷനും സ്റ്റാർ കണക്ഷനും ഈ 3 പവറിനും ഇക്വേഷൻസ് എന്താണ് സെയിം ആണ്, പക്ഷെ വാല്യൂസ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് വി എൽ ഇസ് ഇക്വൽ ടു √3 വി പി എച്ച് ആണ്, അവിടെ സ്റ്റാറിൽ ഐ എൽ ഇസ് ഇക്വൽ ടു ഐ പി എച്ച് ആണ്. കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ.